കൊല്ലം, കോട്ടയം, എറണാകുളം, മൂന്നാർ ഇവിടെയൊക്കെ കിട്ടുമോ ചോദിച്ചാൽ എനിക്കറിയില്ല കിട്ടുമോ ഇല്ലെന്ന്. പക്ഷേ ഇവിടെ തലസ്ഥാനത്ത് അനന്തപത്മനാഭന്റെ മണ്ണിൽ കിട്ടും എന്ത് നല്ല ഈജിപ്ഷ്യൻ ഡെസേർട്ട്. സർബാൻ കൊഷാരി, അതുപോലെ തന്നെ സലാങ്കട്ടെ, അങ്ങനെ ഈജിപ്ഷ്യൻ ഡിഷിന്റെ ഒരു കലവറ തന്നെ, അതായത് ഈജിപ്ഷ്യൻ ഡെസേർട്ടിന്റെ കലവറ. വാ. ഇതാണ് ഡൽഹി മസാല. ഓക്കെ, ഈ ഡൽഹി മസാല ആഡ് ചെയ്യുന്നു. കബാബ് ഈ മസാലയ്ക്കകത്ത് മുങ്ങി കിടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, പ്യുവർ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഒഴിക്കുക. ഈ ബട്ടർ ഇതിനകത്ത് ഇങ്ങനെ നല്ലോണം മെൽറ്റ് ആവണം. ഇങ്ങനെ ബട്ടറിനകത്ത് ആക്കിയിട്ടാ ഇത് ബട്ടറും ഫ്രഷ് ക്രീമും. മോനെ മുട്ടായി സാധനം. ഇത് ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഓൾഡ് ജുമാ മസ്ജിദിൽ അവിടെ ഒരു കടയുണ്ട്, ഷോപ്പുണ്ട്. നമ്മൾ അവിടെ പോയി എപ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സാധനമാണ് ഇത്. സെയിം സാധനം തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അവിടുത്തെ മസാലയാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ബട്ടർ നാനും ഒരു റൊമാലി റൊട്ടിയും വരും. ഇതൊരു കോംബോ ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, അടുത്ത ബട്ടർ ചിക്കൻ, അടുത്ത ഓർഡറിൽ ബട്ടർ ചിക്കൻ ഉണ്ടാ. പീസ് ദേതോ. ഇതാണ് ഇതിന്റെ മസാല. ആക്ച്വലി ഇതിനൊരു മസാല നമ്മൾ ആഡ് ചെയ്യും. ആ മസാലയാണ് ഈ കാണുന്നത്. ഈ ടിക്ക പീസസ് ആഡ് ചെയ്യാം. ഈ ടിക്കയിൽ ഈ ഫ്രഷ് ക്രീം മൊത്തം ഇറങ്ങണം. ഒരു 2 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം റെഡിയായി. 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഈ ബട്ടർ ഇപ്പൊ ഇതിനകത്ത് ഒഴിക്കുകയാണ്. ഇത് മേളിലോട്ട് പോകുന്നത്. ഇത് ഓർഡർ ഉള്ളത് പോട്ടെ. നീ നേരത്തെ ഒരു കാര്യം ചോദിച്ചില്ലേ, എന്താണ് ഈ അറബി മസാലയുടെ ഒക്കെ പ്രത്യേകതയെന്ന്? കണ്ട, ഭയങ്കര കുത്തുള്ളതാ. ഈ പൗഡേഴ്സ് ഇവിടെ കിട്ടൂല, നമുക്കിവിടെ ഈ സാധനം കിട്ടും. ഇതെല്ലാം ഓരോ കിലോയുടെ പാക്കറ്റ് വരും നമുക്കിപ്പോ. നമ്മുടെ നാട്ടിൽ ഈ മിക്സിങ് കിട്ടൂല, മനസ്സിലായോ? ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും ഈ സാധനം അങ്ങോട്ട് പോണത്. അതെ, എന്നിട്ട് അത് മിക്സ് ചെയ്ത് അവർക്ക് ആ ഒരു മിക്സിങ് അറിയാൻ പറ്റും. ആ മിക്സ് ചെയ്ത് നമുക്ക് തിരിച്ചു തരും. സർബാൻ കൊഷാരി എന്ന് പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് ഇതെല്ലാം. നമ്മൾ അറബിക് ഈജിപ്ഷ്യൻ്റെ നമ്മളിവിടെ ഒരു 6 ഐറ്റം ചെയ്യുന്നുണ്ട് സർബാൻ കൊഷാരിയിൽ. ഇത് കുണ്ണാഫ ക്രിസ്പ് മിൽക്ക് ക്രീമാണ് നമ്മൾ ഒഴിക്കുന്നത്. മിൽക്ക് ഐസ്ക്രീം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ കുണ്ണാഫയുടെ ക്രിസ്പ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന് മേളിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. മേളിൽ വിപ്പിഡ് ഫ്രഷ് ക്രീമാണ് ഇത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ ബക്കലവയുടെ ക്രിസ്പ് ഇടുന്നുണ്ട്. ബക്കലവ ക്രിസ്പ്, ഈ മാംഗോ പിസ്ത ഓരോ ഫ്ലേവർ ഉണ്ടല്ലോ. അതെ, എല്ലാ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്രീം കൊടുക്കുന്നത്. ഇതിലിപ്പം നമ്മൾ പിസ്താച്ചു സോസ് ഒഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ സർബാന്റെ കൊഷാരി വിത്ത് പിസ്താച്ചു. എന്റെ പേര് രാധാകൃഷ്ണൻ. അതെ, ഞാൻ പുറത്തായിരുന്നു. ഞാൻ ഒരു 20 വർഷത്തെ കാലത്തോളം ഖത്തർ, ദുബായ്. നെക്സ്റ്റ് നമ്മൾ സർബാന്റെ തന്നെ കസ്തൂസ്ത എന്ന് പറയും. കസ്തൂസ്ത അത് നമ്മൾ ക്രീം ഇട്ട് നമ്മൾ ഇത് മിൽക്ക് കേക്ക് വിത്ത് ടോപ്പിംഗ് ക്രീം ഉണ്ട് ഇതിൽ. അതിൻ്റെ ഇടയിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈജിപ്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യും. നമ്മൾ ലോക്കൽ ഇതല്ല. കാഷ്യൂവിൻ്റെ ക്രൊക്കോട്ട് നമ്മൾ ഇടുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. അടുത്ത നമ്മൾ സെർബാന്റെ തന്നെ സലങ്കത്തെ എന്ന് പറയും. സലങ്കത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളിത്തം റിച്ച് ആയിരിക്കും. ഇതിൽ നമ്മളിപ്പം അടിയിലിടുന്ന ഇത് നമ്മളെ ക്രീം ബ്രൂളി മിക്സറാണ്. ഇത് ക്രീമിൽ ഭയങ്കര റിച്ച് ആണ്. അത് ഫുൾ ക്രീമിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ഫ്രഷ് സ്ട്രോബെറി വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കമ്പോർട്ട് ചെയ്ത് ഇത് ഒരാഴ്ചത്തോളം വെച്ചിട്ടെടുക്കുന്ന സാധനം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ സ്ട്രോബെറിയുടെ കമ്പോർട്ട്. ഇത് കട്ട് ചെയ്ത സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രഷ് സ്ട്രോബെറി ഇട്ട് കൊടുക്കും. ഇതിന്റെ മുകളിൽ തന്നെ നമുക്ക് ക്രിസ്പ് വരുന്നുണ്ട്. ആ നേരത്തെ നമ്മളിട്ട കുണ്ണാഫ ക്രിസ്പ് തന്നെ. അതിലും സ്ട്രോബെറിക്ക് വരെ മാംഗോ വരുന്നുണ്ട്. അതെ, മാംഗോ പീസ് വന്നിട്ട് ഈ ക്രിസ്പ് നമ്മൾ ഇതിലിടുന്ന ഈ കുണ്ണാഫ ക്രിസ്പ് തന്നെയാണ് അതിന്റെ മുകളിൽ വരും ക്രിസ്പ്. അടുത്ത നമ്മൾ കുണ്ണാഫ ചീസ് ബോംബാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ ദുബായ് റീൽ അല്ലെങ്കിൽ ദുബായ് ഫുഡ് റീലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്നതും ഇതായിരിക്കും. ദുബായ് കുനാഫ ചീസ് ബോംബാണ്. അതെ, ബോംബാണ് പൊട്ടും. അത് നമുക്ക് പൊട്ടിക്കണമല്ലോ, അതാണ് അതിന്റെ ഒരു. അതായത് ഇതാണ് അതിന്റെ ഐറ്റം. ഇത് ബോംബ് നമ്മളിതിൽ വെക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്പിയാണ്, നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ നേരത്തെ. ഇതും കുണ്ണാഫ തന്നെയാണ്. കുണ്ണാഫയുടെ അകത്ത് നമ്മൾ ചീസ്, ക്രീം ചീസാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഫുൾ ക്രീം ചീസാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ്, ബെൽജിയം ചോക്ലേറ്റ് സോസ് നമ്മൾ ഇതിന്റെ മേളിൽ ഒഴിക്കും. ചോക്ലേറ്റും പിന്നെ ഇതിന്റെ മേളിൽ പിസ്താച്ചു സോസ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ സെർബാന്റെ ഡോണിയ ചീസ് കേക്ക്.
ഡോണിയ എന്ന് പറഞ്ഞാൽ വേൾഡ് ലോകം വേൾഡ് സ്പ്രിംഗ് ചീസ് കേക്ക് ചീസ് കേക്കാണ്. ഇത് ഫുൾ ചീസ് കേക്കാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫുൾ ഫിലാഡൽഫിയ ചീസ് കേക്കാണ്. അത് അമേരിക്കൻ ചീസ് കേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഇത് ഡോണിയ ചീസ് കേക്കിൻ്റെ ഇത് ചീസ് കേക്ക് ബേസ് നമ്മൾ കുറച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീസ് കേക്ക് ഡോണിയ ചീസ് കേക്ക് അതിൻ്റെ മുകളിലോട്ട് വെക്കുകയാണ്. ഈ റൈസ് പുഡിംഗ് തന്നെയാണ് ഇത് നമ്മൾ മുകളിലോട്ട് പോർ ചെയ്ത് കൊടുക്കും. നല്ല ടേസ്റ്റ് ചീസ്. 2-3 വാക്ക് പിടിക്കാൻ പറ്റി. അതെ, ലോകം സനാൻകട്ടെ ധാരാളിത്തം. ഒരു നെഫ്ന ബട്ടർ ചിക്കനും പിന്നെ ഒരു നെഫ്ന ബട്ടർ കബാബും പിന്നെ ഒരു ലബനീസ് മന്തി. അപ്പം ഈജിപ്ഷ്യൻ ഡെസേർട്ടിന് പുറമെ നമ്മൾ ഡൽഹി കിട്ടുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ ഐറ്റംസ് കിട്ടും കേട്ടോ. നമ്മൾ നെഫ്നെ മറ്റൊരു വെറൈറ്റിയാണ് ലബനീസ് മന്തി. അതും സംഗതി തകർക്കും. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം PMGന്ന് പ്ലാമൂർ വരുന്ന വഴിക്ക് മൈജി ഷോറൂം കാണാം. അതിന് തൊട്ടടുത്താണ് കട. രാവിലെ 11 മന്തി ഐറ്റം അതുപോലെ തന്നെ എല്ലാ ഐറ്റം റെഡിയാവും. പിന്നെ രാത്രി 12 മണി ഏകദേശം ഉണ്ടാവും. ഈ വെറൈറ്റി ഫുഡ് തേടി വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഡൽഹിയിലെ ഐറ്റംസും കബാബും അതുപോലെ തന്നെ ചിക്കനൊക്കെ സംഗതി ചോറ് ബാറ്. അതിനും അടുത്തൊരു വീഡിയോ വീണ്ടും പകരാം. അതുവരേക്കും വിട്ടക്കട്ടെ. ബൈ.